കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചിരിക്കുന്നു. ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടില്ല എന്നുള്ള ആശ്വാസം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ശരിയാണ്. സുരേഷ്, എന്നും ഇങ്ങനെ ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ് പങ്കുവെക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്? എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? അക്ഷയ, ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. പല ഡ്രോണുകൾ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടെത്തി. പക്ഷേ അവയെല്ലാം പ്രതിരോധിച്ചെങ്കിലും ഒരു ഡ്രോൺ പതിക്കുന്നത് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഇന്ധന ടാങ്കിന് നേരെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. അബാസിയയിലൊക്കെയുള്ള മലയാളികൾ നമ്മളോട് സ്ഫോടന ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. അത്രയ്ക്ക് വലിയ സ്ഫോടന ശബ്ദവും തീപിടുത്തവുമായിരുന്നു. ഇപ്പോഴും റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് തീയും പുകയും കാണാം. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് കുവൈറ്റ് സിവിൽ ഡിഫൻസ് അതോറിറ്റിയും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നത്. ഏതായാലും ആളപായം ഉണ്ടായിട്ടില്ല എന്ന് അതോറിറ്റി വക്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കുവൈറ്റ് വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആരംഭിച്ചതിന് ശേഷം മൂന്നാം തവണയാണ് നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം വിമാനത്താവളത്തിലേക്കുണ്ടായി. അന്ന് ആ വിമാനത്താവളം അടച്ചതാണ്. അതിനുശേഷം പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതിനുശേഷം മാർച്ച് 7 ഈ മാസം 7-ാം തീയതിയും ഇന്ധന ടാങ്കിന് നേരെ മറ്റൊരു ആക്രമണം ഉണ്ടായി. അന്നൊരു ഇന്ധന ടാങ്കിന് തീപിടിച്ചു. ഇപ്പോൾ ഇന്ന് പുലർച്ചെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ മൂന്നാമത്തെ ആക്രമണമാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ കുവൈറ്റിൽ മാത്രമല്ല, സൗദി അറേബ്യയിലും ഇന്ന് രാവിലെ ആക്രമണ ശ്രമം ഉണ്ടായി. ഏതാണ്ട് 16 ഡ്രോണുകളും ഒരു മിസൈലും രാജ്യത്തെ ലക്ഷ്യം വെച്ച് വന്നു. ഇവയെല്ലാം പ്രതിരോധിച്ചു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഈ ചർച്ചകളും സമാധാന ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഗൾഫ് മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഏറിയും കുറഞ്ഞും തുടരുന്നുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.